കഴിഞ്ഞ കുറച്ച് ദിവസമായി സുരേഷ് ഗോപിയെ കാണാനില്ലായിരുന്നു. ആശമാരുടെ പ്രശ്നത്തിൽ കേരള സർക്കാരിനെതിരെ ഒരുപാട് കത്തിച്ചു നോക്കി. ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ ഒടുക്കം സൗജന്യ ഭക്ഷണ വിതരണവും നടത്തി നോക്കി. അതിലെങ്കിലും പിടിച്ചു കയറാമെന്നായിരുന്നു പ്രതീക്ഷ. അപ്പോഴുണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് സാർ ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ലെന്നും പ്രഖ്യാപനമല്ല ഞങ്ങൾക്ക് വേണ്ടത് തീരുമാനമാണെന്നും പറഞ്ഞ് ആശമാർ ഒരൊറ്റ ആട്ടായിരുന്നു. അതോടുകൂടി പുള്ളിയുടെ പൂതി അഞ്ചും കെട്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അന്ന് പോയ പോക്കാണ്. പിന്നെ ഒരു അനക്കം വന്നത് ഇന്നലെയാണ്. നമ്മളൊന്നും കരുതിയതുപോലെ അല്ല കേട്ടോ കാര്യങ്ങൾ. സുരേഷ് ഗോപി ആശ സമരത്തെ കണ്ടത് അങ്ങേയറ്റം ആത്മാർത്ഥതയോട് കൂടി തന്നെയാണ്. ആത്മാർത്ഥത അവസാനം വരെ ഉണ്ടാകും അത്രേ, അല്ലാതെ ഇടയ്ക്ക് വെച്ച് ചോർന്നു പോകത്തൊന്നുമില്ല എന്ന്. ഇത് പുള്ളിയെ സ്വയം പറഞ്ഞാൽ മതി. ഇനിയിപ്പോ താനൊന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാവും. നദ്ദ പാർലമെന്റിൽ പറഞ്ഞത് മാത്രമാണ് അത്രേ പുള്ളിക്കും പറയാനുള്ളത്. പുള്ളിക്ക് കനത്തിൽ എവിടെ നിന്നോ ഒരു തട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും കാലം എല്ലാം ചെയ്തത് പിണറായിയും കൂട്ടരുമെന്ന് പറഞ്ഞ ആൾ ഇന്ന് പറയുന്നു സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റം പറയാൻ പറ്റില്ല എന്ന്. എടുത്തുചാടി തീരുമാനമെടുക്കാൻ ആർക്കും കഴിയില്ലെന്നാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ അഭിപ്രായം. ഏറ്റവും കോമഡി പുള്ളി ഇത് തന്നെയാണ് അത്ര നേരത്തെയും പറഞ്ഞത്. മാധ്യമങ്ങളാണ് എല്ലാം വളച്ചൊടിച്ചതെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? എല്ലാം ചെയ്തത് മാധ്യമങ്ങൾ. ഇങ്ങേര് വെളുപ്പിനെ മുതൽ കുളിച്ച് കുറിയും തൊട്ടുണ്ട് സമരപ്പന്തലിൽ പോയി വളവള പറയുമ്പോൾ ഓർക്കണമായിരുന്നു എല്ലാം റെക്കോർഡാണെന്ന്. ആശാ വർക്കർമാരുടെ സമരപന്തൽ സുരേഷ് ഗോപി സന്ദർശിക്കുകയും ആശാ വർക്കർമാരുടെ സമരത്തെ ആരും താഴ്ത്തിക്കെട്ടേണ്ടെന്ന് പ്രതികരിക്കുകയും ചെയ്ത സുരേഷ് ഗോപി അവരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാമെന്ന് വാക്കും കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. ഏറ്റവും രസകരം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കോർപ്പറേറ്റ് സംവിധാനത്തെ മാത്രം നിങ്ങൾ താഴ്ത്തിക്കെട്ടേണ്ടതില്ലെന്നും പല രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും കുഴപ്പമാണ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നതെന്നും അതെല്ലാം തോണ്ടിയെടുത്തിരിക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതൊന്ന് മലയാളത്തിൽ പറയാൻ പറ്റുമോ മിസ്റ്റർ സുരേഷ് ഗോപി എണ്ണ? എന്തോ കൂട്ടിയിട്ട് കത്തിച്ചതാണെന്ന് തോന്നുന്നു. അതേസമയം പ്രതിഷേധം ഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആശാ വർക്കർമാർ. ഈ മാസം 24-ന് സമര കേന്ദ്രത്തിൽ ആശാ വർക്കർമാർ കൂട്ട ഉപവാസം ഇരിക്കും. നിലവിൽ 3 പേർ വീതമാണ് ഉപവാസം ഇരിക്കുന്നത്. നിരാഹാരം ഇട്ടിരിക്കുന്നവർക്ക് പിന്തുണയുമായിട്ടാണ് മറ്റുള്ളവർ ഉപവാസം ഇരിക്കുക. ഓണവേറിയം വർദ്ധിപ്പിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങളുമായി ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം 41 ദിവസവും തുടരുകയാണ്. 3ാം ഘട്ടമായി ആശമാർ തുടങ്ങിയ അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 3ാം ദിവസമാണ്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു, തങ്കമണി, ശോഭ എന്നിവരാണ് നിരാഹാരം ഇരിക്കുന്നത്. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഷീജയെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അതേസമയം വിഷയത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ അനുമതി നേടിയിരുന്നെന്നും ഇനി മറുപടിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അനുമതി കിട്ടിയാൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണും, ആവശ്യങ്ങൾ ഉന്നയിക്കും. കാണുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് അനുമതി നേടിയതെന്നും വീണ ജോർജ് കൂട്ടിച്ചേർക്കുകയുണ്ടായി.